ഉദ്ധിതനായ ക്രിസ്തു ഉത്കണ്ഠാകുലരായ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. യേശുവിൻ്റെ ഉത്ഥാന അനുഭവത്തിൽ നിറഞ്ഞ ആ ശിഷ്യന്മാർ കരുത്തും കൃപയും നിറഞ്ഞവരായി മാറി. അതുവരെ യഹൂദരോടുള്ള ഭയം നിമിത്തം പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പാടുണ്ടായിരുന്ന ശിഷ്യന്മാർ ഇതാ യേശുവിനെ പ്രഘോഷിക്കുവാൻ യാതൊരു സങ്കോചവുമില്ലാത്തവരായി മാറുന്നു. മാത്രമല്ല, അവരുടെ പ്രഭാഷണങ്ങൾ അത്ഭുതങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുവാനും തുടങ്ങുന്നു. 3 പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും യേശുവിനെ ഉപേക്ഷിച്ച ശിഷ്യനാണ് പത്രോസ്. യേശുവിൻ്റെ മരണശേഷം വീണ്ടും ആ പഴയ ജോലിയിലേക്ക് തൻ്റെ സുഹൃത്തുക്കളോടും ഒരുമിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഈ വിവരണം വായിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യം, ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഉത്ഥാനത്തിൻ്റെ കൃപ അവരിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് യേശുവിന് മാത്രം നൽകാൻ സാധിക്കുന്ന ആ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകുന്നു. അന്ത്യ അത്താഴ വേളയിലാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുക, നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അങ്ങനെ അസ്വസ്ഥ ഹൃദയർക്ക് എന്നും ആശ്വാസമായി, അനുഗ്രഹമായി, കരുത്തായി കടന്നു വരുന്നവനാണ് ക്രിസ്തു. പക്ഷേ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം വായിക്കുക, യേശു തൻ്റെ ജീവിതത്തിൽ ആ പീഡാസഹനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തീവ്രമായ വേദനയിൽ നൊമ്പരപ്പെടുവാൻ തുടങ്ങി. തൻ്റെ ഹൃദയം അസ്വസ്ഥമായി. ഗെത്സേമനിയിലെ ആ പ്രാർത്ഥനയെപ്പറ്റി വിവരിക്കുന്ന ഭാഗത്ത് പറയുക, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു എന്നാണ്. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അങ്ങനെ യേശുവും തൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ പ്രയാസങ്ങളുടെ നിമിഷങ്ങളിൽ ആശ്രയിക്കുന്നത് ആ തനിക്ക് കരുത്തു പകരുന്ന, ശക്തി നൽകുന്ന ആ ദൈവപിതാവിൽ തന്നെയാണ്. കാൽവരിയിലെ കുരിശിലെ അവസാനത്തെ വാക്യം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന സങ്കീർത്തന ഭാഗമാണ്. ഒരുപക്ഷേ എല്ലാ യഹൂദരെയും പോലെ യേശുവും മനപാഠമായി പഠിച്ചിരുന്ന നിരവധി വചനഭാഗങ്ങളിൽ ആശ്വാസം അനുഭവിക്കുന്ന ആ ഒരു വാക്യം, 31-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ആ പിതാവിൻ്റെ കരങ്ങളിൽ, അവിടുത്തെ സന്നിധിയിൽ എന്നും ആശ്വാസം കണ്ടെത്തുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുക. നമ്മുടെയും ജീവിതത്തിൽ അസ്വസ്ഥതകൾ നിറയുമ്പോൾ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമുക്കും ആശ്വാസമായിട്ടുള്ളത് ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഉദ്ധിതനായ നാഥൻ്റെ സാമീപ്യത്തിലാണ്. അതോടൊപ്പം തന്നെ ആ ദൈവപിതാവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെയും ജീവിതം എന്നും സുരക്ഷിതം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുക, സക്കേവൂസ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ നിറയുമ്പോൾ ആകെയുള്ള ഒരു ലക്ഷ്യം
ഈ ഇസ്രായേലിൻ്റെ സമാശ്വാസകനായി കടന്നു വരുന്ന യേശുവിനെ ഒരു നോക്ക് കാണുക. അങ്ങനെയാണ് ആ സിക്കമോർ മരത്തിൽ കയറിയിരിക്കുന്നതും യേശുവിനെ ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതും. പക്ഷേ തൻ്റെ പ്രതീക്ഷയ്ക്കെല്ലാം അപ്പുറത്തായി ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വലിയ കൃപയുടെ അനുഭവം കടന്നു വരുന്നു. സക്കേവൂസ്, വേഗമിറങ്ങി വരിക, ഇന്നെനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ ഭവനത്തിന് രക്ഷ പ്രദാനം ചെയ്യുകയും ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിൻ്റെ പുതിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം സ്വീകരിക്കാനാകുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു. അതാണ് തൻ്റെ വിമോചകനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വച്ച് ആ മനുഷ്യൻ വിവരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയും തൻ്റെ ജീവിതത്തിലെ ഈ അസ്വസ്ഥതകളുടെ അവസ്ഥയിലാണ് ആ നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്തേക്ക് കടന്നു വരിക. യേശുവുമായി അവൾ സംവാദത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവളുടെ ജീവിതത്തിലേക്ക് ആ പുതിയ വിമോചകൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അവൾ ജീവിതത്തിൽ തന്നെ ആ രക്ഷകനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി തീരുന്നു. അങ്ങനെ പുതിയ ഒരു ജീവിത അനുഭവം, അസ്വസ്ഥതകളെല്ലാം അകറ്റിക്കൊണ്ട് പുതിയ ഒരു ആശ്വാസത്തിൻ്റെ, വിമോചനത്തിൻ്റെ അനുഭവമായിട്ടാണ് സമറിയാക്കാരി ആ സ്ത്രീ തിരികെ യേശുവിൻ്റെ സന്നിധിയിൽ നിന്നും പോകുന്നത്. നമ്മുടെയും ജീവിതത്തിൽ അസ്വസ്ഥതകൾ നിറയുമ്പോൾ ആശ്വാസം ലഭിക്കുവാൻ, ശാശ്വതമായ ശാന്തി ലഭിക്കുവാൻ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമീപത്തേക്ക് കടന്നു ചെല്ലണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ നാം കാണുക, ഇങ്ങനെ പാപപങ്കിലമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിൽ വന്നെത്തിപ്പെടുന്ന വ്യഭിചാരിണിയായ ആ സ്ത്രീ ജീവിതത്തിൽ പുതിയ പരിവർത്തനത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുകയും അങ്ങനെ യേശുവിൻ്റെ ഏറ്റവും വിശ്വസ്ത അനുയായിയായി തീരുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൻ്റെ അനുഭവം ഏറ്റവും ആദ്യം അനുഭവിക്കുക അവളാണ്. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതലുള്ള ആ തിരുവചനങ്ങളിൽ മഗ്ദലേന മറിയത്തിന് ഉദ്ധിതനായ നാഥൻ്റെ അനുഭവമുണ്ടാകുന്നതും അങ്ങനെ മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ പുതിയ ഒരു ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പകരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതായിട്ടും കാണും. അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതങ്ങൾക്ക് എന്നും ആശ്വാസം ഉദ്ധിതനായ ക്രിസ്തുവാണ്. കാൽവരിയിലെ ആ കുരിശിലെ ക്രിസ്തു നമുക്ക് പുതിയ ആശ്വാസവും അനുഗ്രഹവും കൊണ്ടുവന്നു തരുന്നു. പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ലിസ എങ്കൽഹാർട്ട് എന്ന ഒരു കവയിത്രിയുടേത്. ഹാങ് ഇറ്റ് ഓൺ ദ ക്രോസ് എന്നാണ് ആ കവിതയുടെ തലക്കെട്ട്. അതിപ്രകാരമാണ്, ഇഫ് യു ഹാവ് എ സീക്രട്ട് സോറോ, എ ബർഡൻ ഓർ എ ലോസ്, ആൻ ഏക്കിംഗ് നീഡ് ഫോർ ഹീലിംഗ്, ഹാങ് ഇറ്റ് ഓൺ ദ ക്രോസ്. അതായത് ആരോടും പങ്കുവയ്ക്കാത്ത ഒരു നൊമ്പരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഭാരവും നഷ്ടവും ഉള്ള, സൗഖ്യം ആവശ്യമുള്ള ഒരു വേദന ഉണ്ടെങ്കിൽ അത് കുരിശിലേക്ക് സമർപ്പിക്കുക. ഇഫ് വറി സ്റ്റീൽസ് യുവർ സ്ലീപ്പ് ആൻഡ് മേക്സ് യു ടേൺ ആൻഡ് ടോസ്, ഉത്കണ്ഠ നിങ്ങളെ ഉറക്കം കെടുത്തുന്നുവെങ്കിൽ, ഇഫ് യുവർ ഹാർട്ട് ഈസ് ഫീലിംഗ് ഹെവി, നിങ്ങളുടെ ഹൃദയം ഭാരത്താൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ, ഹാങ് ഇറ്റ് ഓൺ ദ ക്രോസ്, ആ കുരിശിലേക്ക് സമർപ്പിക്കുക. എവറി ഒബ്സ്റ്റക്കിൾ ടു ഫെയ്ത്ത് ഓർ ഡൗട്ട് യു കം അക്രോസ്, എവറി പ്രെയർ അൺആൻസേർഡ്, ഹാങ് ഇറ്റ് ഓൺ ദ ക്രോസ്. അതായത് വിശ്വാസത്തിൻ്റെ ഓരോ പ്രതിസന്ധിയും
അഭിമുഖീകരിക്കുന്ന നിങ്ങൾക്ക് സന്ദേഹമുള്ള അവസരത്തിൽ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ ആകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആ കുരിശിലേക്ക് എല്ലാം സമർപ്പിക്കുക. For Christ has borne our brokenness and dearly paid the cost. ക്രിസ്തു നമ്മുടെ വേദനകൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിന് തൻ്റെ ജീവിതം വഴി തന്നെ പകരം നൽകിയിരിക്കുന്നു. To turn our trials into triumph. നമ്മുടെ പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ വിജയത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ ഹാങ് ഇറ്റ് ഓൺ ദ ക്രോസ്. ആ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുമെങ്കിൽ അവ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കണം. ആ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ആശ്വാസം, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാകുക. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ക്രോസ് ഇസ് എ പ്രോബ്ലം ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ എന്ന്. കുരിശുകൾ മനുഷ്യജീവിതത്തിൽ പ്രശ്നതരമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ഉത്തരം. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറയുമ്പോൾ, അസ്വസ്ഥതകൾ നമ്മെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോൾ, അലോസരപ്പെടുത്തുമ്പോൾ, ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ചാരെ കടന്നു വന്ന് നമ്മോട് ആശംസിക്കുക സമാധാനം എന്നാണ്. ആ ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുത്തും ശക്തിയും കണ്ടെത്തണം. ചിക്കാഗോയിലെ പ്രസിദ്ധനായ കാർഡിനൽ ബേർണഡിൻ, ജോസഫ് കാർഡിനൽ ബേർണഡിൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 വലിയ പ്രതിസന്ധികൾ ഉണ്ടായതിൻ്റെ വിവരണം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനമായി എഴുതിയ ദ ആൻസർ ഓഫ് ഹോപ്പ് എന്ന കൃതിയിൽ. ഒന്ന്, അദ്ദേഹം താൻ ചിക്കാഗോ ലയോള മെഡിക്കൽ കോളേജിൽ ചെന്ന് രക്തം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ, അങ്ങനെ മെഡിക്കൽ ചെക്കപ്പിന് വിധേയനായപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി വളരെ മാരകമായ ഒരു ക്യാൻസർ രോഗം, അർബുദ രോഗം, അതും ബ്ലഡ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ ഇപ്രകാരമുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു ലൈംഗിക അപവാദം ഉണ്ടായത്. അത് അദ്ദേഹത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പത്രക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും മുൻപിൽ വെച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ബിഷപ്സ് ഹൗസിലെ ആ കപ്പേളയിൽ ചെന്ന് കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഐ സബ്മിറ്റ് എവറിത്തിങ് ടു യുവർ ക്രോസ്. അങ്ങേ കുരിശിലേക്ക് ഞാൻ ഇതാ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സമർപ്പിക്കുന്നു. എങ്ങനെന്നോ ആ കുരിശിൽ നിന്ന് വലിയ ഒരു ശക്തി, കരുത്ത് ആർജിക്കുന്നതായി കാർഡിനലിന് അനുഭവവേദ്യമായി. അദ്ദേഹം ഈ ലൈംഗിക അപവാദം കൊണ്ടുവന്ന ആ വ്യക്തിയെ നേരിട്ട് പോയി കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചപ്പോഴാണ് ആ മനുഷ്യന് മനസ്സിലായത്, ഇത് താൻ പറഞ്ഞ തൻ്റെ അപവാദത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കാർഡിനൽ ബേർണഡിൻ അല്ല തൻ്റെ മനസ്സിലുണ്ടായ വ്യക്തിയെന്ന്. അങ്ങനെ ആ ഒരു അപവാദത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് ഏതാനും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ പുസ്തകത്തിൽ, ദ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് എന്ന പുസ്തകത്തിൽ, ഈ ക്രിസ്തുവിൻ്റെ കുരിശും ആ കാൽവരിയിലെ ത്യാഗത്തിൻ്റെ പരിണിതഫലം തൻ്റെ ജീവിതത്തിൽ എത്രയേറെ ആശ്വാസവും അനുഗ്രഹവുമായി എന്ന് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കും ആശ്വാസം ഈ കാൽവരിയിലെ കുരിശും ഉദ്ധിതനായ ക്രിസ്തു സമ്മാനിക്കുന്ന സമാധാനവും ശാന്തിയുമാണ്.
ഇശയ്യാസ് പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ അസ്വസ്ഥതകളുടെയും പ്രയാസങ്ങളുടെയും നിമിഷങ്ങളിൽ ആ കാൽവരിയിലെ കുരിശിലേക്ക് നമ്മുടെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്തവും സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ എങ്ങുനിന്നോ അവിടുത്തെ പരിപാലനയുടെ കരം നീട്ടി നമ്മെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുക: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കാൽവരിയിലെ കുരിശിലെ ആ യേശുവിൻ്റെ മുറിവുകൾ വഴി നമ്മുടെ ജീവിതത്തിലെ ഹൃദയത്തിലെ മുറിവുകളും നൊമ്പരങ്ങളും മാറ്റപ്പെടുകയും നമുക്ക് സൗഖ്യം കൈവരികയും ചെയ്യുന്നു. ജീവിതത്തിൽ നൊമ്പരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് ആ കാൽവരിയിലെ കുരിശ് ആശ്വാസമാണ്, അനുഗ്രഹമാണ്, കരുത്താണ്. ഉദ്ധിതനായ നാഥൻ്റെ സാന്നിധ്യം, സന്തത സാമീപ്യം നമുക്ക് ശാന്തിയും സമാധാനത്തിൻ്റെയും അനുഭവം കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം കഴിയുമ്പോഴും 2-ാം അധ്യായം തുടങ്ങുന്ന ഭാഗത്തും ആ ഉദ്ധിതനായ നാഥൻ്റെ ആത്മാവ് ശിഷ്യഗണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർ അത്രയും നാൾ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി കൃപ നിറഞ്ഞവരായി, കരുത്തു നിറഞ്ഞവരായി മാറുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പത്രോസ് ഉദ്ധിതനായ ക്രിസ്തുവിനെ ധൈര്യമായി പ്രഘോഷിക്കുവാൻ തുടങ്ങുന്നതും. അങ്ങനെ പത്രോസിൻ്റെ ആ പ്രഘോഷണം നടപടി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുക. പത്രോസ് മുടന്തനായ ആ മനുഷ്യനോട് പറയുക: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അങ്ങനെ പത്രോസ് വലതു കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുന്നു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്ന് നടപടി പുസ്തകത്തിൽ വിവരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചു പോയ ആ ശിഷ്യൻ യേശുവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ആ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയ ആ മനുഷ്യൻ ഇതാ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷകനായിത്തീരുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പത്രോസിന് പരിവർത്തനമുണ്ടായതുപോലെ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേപോലെ തന്നെ കരുത്തും കൃപയും കൊണ്ട് ഞാനും നിറയണം. എൻ്റെയും ജീവിതത്തിൽ ആശ്വാസമായി ക്രിസ്തു ഉണ്ടാകണം. ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന, ക്രിസ്തുവിനെ എതിർത്തിരുന്ന പൗലോസ് എന്ന ആ ശിഷ്യനും യേശുവിൻ്റെ ഉദ്ധിതനായ നാഥൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരിപൂർണമായ പരിവർത്തനത്തിന് വിധേയനാകുകയാണ്. അങ്ങനെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലൻ പ്രഘോഷിക്കുക: ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുക: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്ക് നമുക്ക് എതിർ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക്
ദാനമായി നൽകാതിരിക്കുമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അങ്ങനെ യേശുവിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നിമിഷങ്ങളിലും അവസരങ്ങളിലും ക്രിസ്തുവിൽ നിന്ന് കരുത്തും ശക്തിയും കണ്ടെത്തുവാൻ വിശുദ്ധ അപ്പോസ്തലനും ആ ഉദ്ധിതനായ നാഥൻ പ്രചോദനകനായി മാറുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ യേശുവേ, അങ്ങ് അവിടുത്തെ അപ്പോസ്തലന്മാരെ സമീപിച്ച് ആശംസിച്ച ആ സമാധാനവും ശാന്തിയും ഞങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരേണമേ. അങ്ങയുടെ കൃപയാൽ പരിവർത്തന വിധേയരായ ആ ശിഷ്യന്മാരെ പോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളുടെയും ജീവിതങ്ങളെ, ഹൃദയങ്ങളെ പരിവർത്തന വിധേയമാക്കണമേ. അങ്ങേ ശിഷ്യന്മാരുടെ പ്രഘോഷണങ്ങൾ സ്ഥിരീകരിച്ചതുപോലെ ഞങ്ങളുടെയും ജീവിത സാക്ഷ്യത്തിൽ അങ്ങയുടെ സന്തത സാന്നിധ്യം ഉണ്ടാകണമേ. അങ്ങനെ ഞങ്ങളുടെയും ജീവിതം അസ്വസ്ഥതകൾ അകന്നുകൊണ്ട് ആശ്വാസത്തിൻ്റെ അനുഭവമായി മാറാൻ വരമേകണമേ. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ കൃപ എന്നും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ പരിശ്രമിക്കാം. അവിടുത്തെ ശാന്തിയും സമാധാനവും നമുക്ക് അനുഗ്രഹമാകട്ടെ. ക്രോസ് ഈസ് എ പ്രോബ്ലം, ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. ജീവിതത്തിൽ കുരിശുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറയുമ്പോൾ ക്രൂശിതനായ ക്രിസ്തു, ഉദ്ധിതനായ നാഥൻ നമുക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.